ഹായ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. LP-UP പരീക്ഷ ഈ വരുന്ന മെയ് 18-ന്. പേടിച്ചു പോയോ? പേടിക്കണ്ട, ഞാൻ പറഞ്ഞത് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നടത്തുന്ന ഓഫ്ലൈൻ LP-UP സൗജന്യ OMR പരീക്ഷയെ കുറിച്ചിട്ടാണ്. ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ എഴുതി പരിശീലിക്കുന്നതിനായി തികച്ചും PSC മാതൃകയിൽ തന്നെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നടത്തുന്ന ഓഫ്ലൈൻ എക്സാം. ഈ ഒരു ഓഫ്ലൈൻ സെഷന് രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്. അതുകൊണ്ട് തന്നെ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എല്ലാവരും നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും ഈ ഒരു പരീക്ഷ എഴുതാനുള്ള അവസരം. അപ്പോൾ എല്ലാവരും രജിസ്റ്റർ ചെയ്യുക. നമുക്ക് കാണാം. വളരെ ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. നമ്മൾ ഒരുപാട് കാലമായിട്ട് കാത്തിരുന്ന HSST കൊമേഴ്സിൻ്റെ വിജ്ഞാപനം ഉടൻ തന്നെ വരികയാണ്. ഒരുപാട് നാളുകളായി നമ്മൾ ഈ ഒരു HSST കൊമേഴ്സ് എന്ന് വരും എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിച്ചിരിക്കുന്നു അല്ലേ. അതായത് ഒരു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകരാകാനുള്ള ഏറ്റവും സുവർണമായിട്ടുള്ള ഒരു അവസരമാണ് എന്തെന്ന് പറയുന്നത് HSST കൊമേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു എക്സാമിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. കഴിഞ്ഞ തവണ, അതായത് കഴിഞ്ഞ HSST എക്സാം നടന്നത് 2017 നോട്ടിഫിക്കേഷൻ വിളിക്കുകയും 2018 അതിൻ്റെ എക്സാം നടന്നത്. കഴിഞ്ഞ HSST കൊമേഴ്സിൻ്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 19 മാർക്കായിരുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്രത്തോളം ഒരു കോമ്പറ്റീഷൻ ഉള്ള, അല്ലെങ്കിൽ എത്രത്തോളം ഒരു ടഫായിട്ടുള്ള ഒരു എക്സാം ആണ് HSST കൊമേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ പോലും ആ ഒരു എക്സാം നടക്കുകയും അതിൻ്റെ ഒരു ലിസ്റ്റിൻ്റെ കാലാവധി നമ്മളുടെ ഏപ്രിൽ മാസത്തോടു കൂടി അവസാനിക്കുകയും ചെയ്തു. അപ്പോൾ ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇങ്ങനെ വളരെയധികം അതിന് വേണ്ടി ഇങ്ങനെ ഒരു ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ജൂണിൽ വരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം പറയാനായിട്ടാണ് നമ്മൾ വിളിച്ചേക്കുന്നത്. അപ്പോൾ എന്നാണ് ജൂണിൽ നമ്മളുടെ എക്സാമിന് നോട്ടിഫിക്കേഷൻ വരികയാണ്. ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അല്ലേ. ഹിന്ദിയുടെയും അതുപോലെ തന്നെ കൊമേഴ്സിൻ്റെയും നോട്ടിഫിക്കേഷൻ, HSST കൊമേഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ ജൂണിൽ വരികയാണ്. അപ്പോൾ അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ട് എങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാം ഒന്നും ആയിരിക്കില്ല. എങ്കിൽ പോലും നമ്മൾ എന്താണ് നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് എന്ന് പറയുന്നത് HSST കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ CCയിൽ HSST കൊമേഴ്സിൻ്റെ ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം 120 ദിവസത്തെ ഒരു ക്ലാസ്സാണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് സിലബസ് ബേസ്ഡ് ആയിട്ട് നല്ല രീതിയിൽ പോകുന്ന ക്ലാസ്സുകളാണ്. അപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ സിലബസ് നമുക്ക് ഇപ്പോൾ അറിയാം. HSST കൊമേഴ്സ് കഴിഞ്ഞത് 2017 അതിനുശേഷം ഇപ്പോൾ NVT കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സാം കണ്ടക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ആ ഒരു മാറ്റം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. 2018 കഴിഞ്ഞ HSST എക്സാമിൻ്റെയും അതുപോലെ തന്നെ ഇപ്പോൾ ഈ അടുത്തിടെ നടന്ന NVT കൊമേഴ്സിൻ്റെ എക്സാമും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരുപാട് മാറ്റങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതായത് നേരത്തെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യനുകൾ ഒന്നുമില്ല. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയ ക്വസ്റ്റ്യനുകൾ, അതുപോലെ തന്നെ അസേർഷൻ റീസൺ ആയിട്ടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം ആ ഒരു മാറ്റം അറിഞ്ഞ് നമ്മൾ പഠിച്ചു തുടങ്ങണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ചുമ്മാ ഒരു സ്റ്റഡിയിലൂടെ ഒന്നും ഇത്തരത്തിലുള്ള ഒരു എക്സാം ഒന്നും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. കറക്റ്റായിട്ട് നമ്മളൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ടൊക്കെ പഠിച്ചു തുടങ്ങിയാലേ ഉള്ളൂ ഈ ഒരു എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം CCയുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, നമ്മളുടെ ബാച്ചിലേക്ക് ജോയിൻ ആകുക. ജോയിൻ ആയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു എക്സാം എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പോകണം എന്നുള്ള കാര്യം എല്ലാം മനസ്സിലാക്കാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു എക്സാമിൽ നല്ലൊരു റാങ്കിലേക്ക് എത്താനായിട്ട് പറ്റും. നമ്മൾ ചുമ്മാ ഒരു റാങ്കിൽ കയറി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ജോലി കിട്ടത്തില്ല അല്ലേ. നമുക്ക് എന്താണ് ഏറ്റവും മുന്നിലേക്ക് കയറണം. ഒരു മാർക്കിലൊക്കെ വ്യത്യാസത്തിൽ തന്നെ നമ്മൾ റാങ്ക് ഒരുപാട് താഴേക്ക് പോകും. അപ്പോൾ നമ്മൾ എന്താണ് ഏറ്റവും മുൻനിരയിലേക്ക് എത്തിയാൽ മാത്രമേ ഉള്ളൂ ഇത്തരത്തിലുള്ള ഒരു എക്സാം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് വരും, ക്രാക്ക് ചെയ്യാനും നമ്മൾ ലിസ്റ്റിലേക്ക് വരാനും ഒക്കെ പറ്റത്തുള്ളൂ. അതായത് നമ്മൾ ആദ്യം എക്സാം എഴുതി ക്രാക്ക് ചെയ്യണം, അതിനുശേഷം ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നല്ല രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ കൊടുത്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ എക്സാമിന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, മുൻനിരയിൽ എത്താനും നമുക്ക് ജോലി കിട്ടാനും ഒക്കെ സാധ്യതയുള്ളൂ. അപ്പം നമുക്ക് അഡ്വൈസ് ഒക്കെ വരണമെങ്കിൽ ആദ്യത്തെ റാങ്കിൽ, ആദ്യത്തെ ഒരു 10 നമ്മൾ ഉൾപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് ജോലി കിട്ടും എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പ്രതീക്ഷിക്കാനായിട്ട് വരും. അപ്പോൾ അത് ആ ഒരു രീതിയിൽ, ആ ഒരു ഫോക്കസോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പോൾ എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ CC ഒരു ഫ്രീ വെബിനാറിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അർജുൻ സാറാണ് ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ 4-ാം തീയതിയാണ് നമ്മൾ ഈ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. 4-ാം തീയതി 7 മണിക്കാണ്. നിങ്ങൾ ഓർത്ത് വെച്ചോണം കേട്ടോ, ടൈമൊക്കെ ഓർത്ത് വെക്കുക. 4-ാം തീയതി 7 മണിക്ക് സൂം വഴിയാണ് നമ്മൾ ഈ ഒരു മീറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു HSST കൊമേഴ്സിനെ പറ്റി അറിയേണ്ട എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ
നമ്മൾ ഈ ഒരു വെബിനാറിലൂടെ എന്ത് ചെയ്യുന്നതാണ് പറയുന്നതാണ്. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കിന് നമ്മളുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. സാറ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ കാര്യങ്ങളെ പറ്റി പറയും. എങ്ങനെ പഠിക്കണം, ഏത് സ്ട്രാറ്റജി ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ സിലബസിൻ്റെ അകത്ത് വന്ന മാറ്റങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സാർ ഈ ഒരു വെബിനാറിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ HSST കൊമേഴ്സിന് ഫോക്കസ് ചെയ്യുന്ന ആളുകളാണ് എങ്കിൽ നമ്മളുടെ ഈ ഒരു വെബിനാറിൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വെബിനാർ അറ്റൻഡ് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ചോദിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടേതായ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാൻ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാർ ഇതിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ കോഴ്സിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനും പറ്റും. നമ്മളുടെ കോഴ്സിന് ജോയിൻ ചെയ്യേണ്ട ഡീറ്റെയിൽസ് എല്ലാം താഴെയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്ത് നമ്മളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. കോഴ്സിൽ ജോയിൻ ചെയ്താൽ ഉറപ്പായിട്ടും നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് സിലബസിനകത്തുള്ള A to Z കാര്യങ്ങൾ പഠിപ്പിച്ച് മോക്ക് ടെസ്റ്റുകളിലൂടെയൊക്കെയാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യണം, എങ്ങനെ നിങ്ങൾ മുന്നിലേക്ക് എത്തണം എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താനും ജോലി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ഒരു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകരായിട്ട്, കൊമേഴ്സ് അധ്യാപകരായിട്ട് ജോയിൻ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ഈ വെബിനാർ അറ്റൻഡ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മളുടെ കൊമേഴ്സുമായിട്ട് HSST കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, നമ്മളുമായിട്ട് ബന്ധപ്പെടുക. അതുപോലെ തന്നെ നമ്മൾ ഈ HSST കൊമേഴ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകൾ, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോസുകളൊക്കെ തന്നെ നമ്മളുടെ ചാനൽ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, HSST കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മളുടെ കോഴ്സിൽ മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഉറപ്പായിട്ടും നിങ്ങളെ ഒരു നല്ല റാങ്കിലേക്ക് എത്തിക്കാനായിട്ട് അത് സഹായിക്കും. താങ്ക്